ഹായ്, നമസ്കാരം. നമ്മുടെ വർത്തമാന പത്രങ്ങളിൽ ദിവസവും പലതരത്തിലുള്ള ചിത്രങ്ങൾ അച്ചടിച്ചു വരാറുണ്ട്. നമ്മൾ പലപ്പോഴും അത് ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളാണ് പലപ്പോഴും കാണുന്നത്. ഇപ്പോൾ ലാത്തി ചാർജിൻ്റെ ഒരു കാലഘട്ടമാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ലാത്തി ചാർജുകളുടെ ഭീകരത ദൃശ്യങ്ങൾ വരുന്ന ചിത്രങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും വാർത്തകളിൽ കാണുന്നത്, പത്രങ്ങളിൽ കാണുന്നത്. അതിനേക്കാളും ഭീകരതയാണ് നമ്മൾ ചാനലുകളിൽ കാണുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രണ്ട് ചിത്രങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത്. ആ ചിത്രങ്ങൾ പത്രങ്ങളിൽ വന്നിട്ട് 2-3 ദിവസങ്ങളായി. പ്രധാനപ്പെട്ട ഒരു പത്രത്തിലാണ് ആ രണ്ട് ചിത്രങ്ങളും വന്നത്. 2 ദിവസങ്ങളിലായിട്ടാണ് ആ ചിത്രങ്ങൾ വന്നത്. ഈ 2 ചിത്രങ്ങൾ വച്ചിട്ട് ഒരു ചെറിയ അവലോകനം നടത്തുക എന്നതാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. അതായത് 2-3 ദിവസം മുമ്പ് ഒരു ചിത്രം വന്നു. 2 പാർട്ടിയുടെ 2 പ്രധാന നേതാക്കൾ, അതായത് കേരളത്തിലെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ, അത് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിമാർ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരുമിച്ച് ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് നമ്മൾ ആ പത്രത്തിൽ അച്ചടിച്ചു വന്നത്. അവർ മലപ്പുറം ജില്ലയിൽ ചില പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തിട്ടാണ് 2 പേരും അവിടെ വരുന്നത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിട്ട് അവർ തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ എത്തിയത്. അതിൽ വലിയ അത്ഭുതമില്ലല്ലോ, അതിലല്ലെങ്കിൽ പ്രത്യേകതയില്ലല്ലോ അല്ലേ? ആ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? നമുക്ക് ആ ചിത്രം ഒന്ന് കാണാം. ആ ചിത്രത്തിൽ ഒരുപക്ഷെ വലിയ പ്രത്യേകത നിങ്ങൾ കാണില്ല. ഒരുപക്ഷെ ചിലരെല്ലാം നല്ല കൂർമ്മ ബുദ്ധിയുള്ളവരെല്ലാം അത്തരം അതിലുള്ള പ്രത്യേകത എന്താണെന്ന് കാണും. എന്നാൽ ഞാനത് പറയുന്നത് നോക്കുക, 2 പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരാണ് അവർ 2 പേരും. 2 പേരും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഇനി ഈ 2 പേരും കൂടെ ഇരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് നോക്കുക. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ അടുത്തുള്ള ലഗേജുകൾ, ബാഗുകളുടെ എണ്ണം എത്രയാണ്? വലിയ 2 ബാഗുകൾ. ആ 2 ബാഗുകളിൽ നിറയെ സാധനങ്ങൾ. ആ വലിയ ബാഗുമായിട്ടാണ് അദ്ദേഹം പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. എന്നാൽ നേരെ എതിരെ ഇരിക്കുന്നത് ബിനോയ് വിശ്വമാണ്, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹം ഇരിക്കുന്നത് കണ്ടോ, ഒരു ചെറിയ കൈ ബാഗ്. ആ ബാഗിനകത്ത് ചിലപ്പോൾ ഒരു ഷർട്ട് കൂടെ അധികം ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ബനിയനോ അല്ലെങ്കിൽ ഒരു ജട്ടിയോ അണ്ടർവെയറോ എന്തെങ്കിലും അധികം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്തൊന്നും ഉണ്ടാകില്ല. ഈ ഉപയോഗിക്കുന്ന വസ്ത്രം തന്നെയായിരിക്കും അദ്ദേഹം ഉപയോഗിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ലളിതമായ ഒരു ശൈലി, 2 പാർട്ടിയുടെയും പൊതു സ്വഭാവം വ്യക്തമാക്കുന്നതാണ് ആ 2 പേരുടെയും ആ ഇരിപ്പ്. ഇനി ഈ ബിനോയ് വിശ്വത്തിൻ്റെ അടുത്ത് ഒരു കുപ്പി വെള്ളമുണ്ട്. അദ്ദേഹം സാധാരണ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന 15 രൂപയ്ക്കും 10 രൂപയ്ക്കും കിട്ടുന്ന ഒരു കുപ്പി വെള്ളം, ആ വെള്ളമാണ് അദ്ദേഹം അടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പുറത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ അടുത്തിരിക്കുന്ന നോക്കുക, നല്ല വില കൂടിയ ഫ്ലാസ്കാണ്. ഫ്ലാസ്കിൽ എപ്പോഴും നല്ല ചൂട് വെള്ളമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഔഷധങ്ങൾ നിറച്ച വെള്ളമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എപ്പോഴും ചൂട് നിലനിർത്തുന്ന തരത്തിലുള്ള വെള്ളമോ ആയിരിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിന് പച്ചവെള്ളം കുടിക്കാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കാം. ആയിക്കോട്ടെ, നമ്മൾ ആ കാര്യം പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സിംബലൈസിങ് എന്ന് പറയുന്നത് 2 പേരും ഇങ്ങനെ ഇരിക്കുമ്പോൾ 2 പേരുടെയും ചിത്രങ്ങൾ, ഒരേ 2 പേരും പാർട്ടി സെക്രട്ടറിമാർ, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ലഗേജുകൾ, ഇതെല്ലാം നമ്മളെ കാണിക്കുന്ന ഒരു സിമ്പൽ തന്നെയാണ്. ഇനി ഈ ബിനോയ് വിശ്വം ഈ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹം പാലക്കാട് ജില്ലാ ഓഫീസിലേക്ക്, അവരുടെ ജില്ലാ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സഖാവ് സന്തോഷം കൊണ്ട് സഖാവിന് പൊന്നാട അണിയിക്കാൻ ശ്രമിക്കുന്നു. ആ പടം നമുക്കൊന്ന് കാണാം. ആ പൊന്നാട അണിയിച്ചപ്പോൾ അദ്ദേഹം വിലക്കുകയാണ്, എനിക്ക് പൊന്നാട വേണ്ട, എനിക്ക് ഏത് മതി, ഈ സാധാരണ ഒരു ചുവന്ന ഷാൾ തന്നാൽ മതി എന്ന് പറയുന്നു. പിന്നെ പാർട്ടി സഖാക്കളെല്ലാം നിർബന്ധിച്ചത് കൊണ്ട് അവരെല്ലാവരെയും കൂടി ചേർന്നപ്പോൾ പിന്നെ അദ്ദേഹം നിർബന്ധപൂർവ്വം മനസ്സില്ലാ മനസ്സോടെ ആ പൊന്നാട സ്വീകരിക്കാനുണ്ടായത്. ഞാനിത് പറയുന്നത് ബിനോയ് വിശ്വത്തിനെ വലിയ ഒരു എളിമയുടെയും അദ്ദേഹത്തിൻ്റെ വലിയ ആളാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഞാൻ ഇത് പാർട്ടി എളിമ എന്നത് CPI-യുടെ ഒരു സ്വഭാവം തന്നെയാണ്, അടിസ്ഥാന സ്വഭാവം തന്നെയാണ്. പക്ഷേ അതിപ്പോൾ ബിനോയ് വിശ്വത്തിനെ പോലുള്ള 1-2 പേരുടെ കൈകളിൽ മാത്രമേ ഉള്ളൂ. പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വരുന്ന യുവാക്കളായ സഖാക്കളുടെ കയ്യിലൊന്നുമില്ല.
പല ജില്ലാ സെക്രട്ടറിമാർക്കും ഈ സ്വഭാവമില്ല. അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് മാത്രമാണ് ഈ സ്വഭാവം നിലനിൽക്കുന്നത്. പക്ഷേ അത് അദ്ദേഹം ഉള്ള കാലത്ത് തുടരും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ആ സ്വഭാവം പാർട്ടിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടിക്കില്ല എന്ന് തന്നെ പറയും. പക്ഷേ CPM തരുമ്പുമില്ല എന്നതാണ്. പാർട്ടി സെക്രട്ടറി പോലും വലിയ ബാഗേജുമായിട്ട് 2-3 ബാഗുകളും ഫ്ലാസ്കുമായിട്ട് യാത്ര ചെയ്യുന്നത്, പാർട്ടി പരിപാടി യാത്ര ചെയ്യുന്നത് കാണും. എന്തായാലും ഇത് ഒരു സിമ്പൽ തന്നെയാണ്.